ഹലോ ഗായ്സ്. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ജിംഖാനയുടെ റിവ്യൂ ആണ്. ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരുന്ന ഒരു മൂവിയാണ്. ഓഫ് കോഴ്സ് ഖാലിദ് റഹ്മാൻ്റെ വലിയൊരു പുള്ളിക്കാരൻ്റെ വർക്കിൻ്റെ വലിയൊരു അഡ്മയറാണ് ഞാൻ. അപ്പോൾ തല്ലുമാല എനിക്ക് വളരെ നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ ഇവിടെ കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും നല്ലൊരു ടെക്നിക്കലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവി ആയിരുന്നു. അപ്പോൾ ആലപ്പുഴ ജിംഖാനയിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ക്വാളിറ്റി പുള്ളിക്കാരൻ നിലനിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയിൽ പറയും പോലെ തന്നെ ഒരു 5+2 ചെറുപ്പക്കാരുടെ കഥയാണിത്. അതേപോലെ തന്നെ വളരെ നല്ല മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഒരു ഒട്ടും ലാഗോ അങ്ങനത്തെ പരിപാടിയൊന്നും ഈ മൂവിയിൽ ഇല്ലായിരുന്നു. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് ത്രൂ ഔട്ട് ഫസ്റ്റ് ഹാഫ് ആയപ്പോഴത്തേനും പെട്ടെന്ന് ഫസ്റ്റ് ഹാഫ് ആയത് നമുക്ക് ഫീൽ ചെയ്തോ. ഓൾമോസ്റ്റ് 1.5 hour എങ്ങനെ പോയെന്ന് പോലും അറിയത്തില്ല. നല്ല എൻഗേജിങ് ആയിരുന്നു. ഹ്യൂമേഴ്സൊക്കെ അത്യാവശ്യം വർക്കൗട്ടായി. അതേപോലെ തന്നെ ഫൈറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഞാൻ കുറേ റിവ്യൂ നോക്കിയപ്പോഴത്തേനും എല്ലാവരും മിക്സ്ഡ് റിവ്യൂ ആണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇടിച്ച് വീണ് കിടക്കുന്ന നായകൻ എണീച്ച് തിരിച്ചിടിക്കുന്നു മീൻസ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവി അല്ലേ ഇത്. അതായത് പറയുകയാണെങ്കിൽ നമ്മുടെ ദങ്കലോ അങ്ങനത്തെ ആ ഒരു വീണ് കിടക്കുന്ന അല്ലെങ്കിൽ ഗോദയിൽ ലാസ്റ്റ് തിരിച്ചു വന്ന് ഇടിക്കുന്നു അങ്ങനത്തെ ഒരു മൂവി അല്ലേ ഇത്. ഇതെന്ന് പറയുന്നത് വളരെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു മൂവിയാണ്. കുറച്ച് +2 പഠിക്കുന്ന ചെറുപ്പക്കാർ ഈ ബോക്സിങ്ങിൻ്റെ ഒരു ക്രൈസിന് വേണ്ടി ഇറങ്ങുന്നു. അങ്ങനെ പോകുന്ന ഒരു ത്രൂ ഔട്ട് ഒരു കോമഡി ആക്ഷൻ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു മൂവിയാണ്. സോ അത് എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നവർക്ക് ഷുവറായിട്ടും ഇഷ്ടപ്പെടും. ഇതിൽ അങ്ങനെ വീണ് കിടക്കുന്ന മീൻസ് ഫസ്റ്റ് തോൽക്കുന്നു, പിന്നെ ട്രെയിൻ ചെയ്ത് വന്ന് പിന്നെയും ബീറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു മൂവി എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. ഇത് ജസ്റ്റ് ഒരു ആക്ഷൻ കോമഡി, കുറച്ച് ലവ് അവിടെയും ഇവിടെയും ഉണ്ട്. ഓക്കെ, ദാറ്റ് വാസ് ഫൈൻ. പിന്നെ ജെൻസി പടമാണ്. അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് ലവ് സീക്വൻസും കാര്യങ്ങളൊക്കെയാണ് ഈ മൂവിയിലും പറയുന്നത്. കാലത്തിനൊപ്പം ഇറങ്ങിയിരിക്കുന്ന ഒരു പടമാണ്. എന്തായാലും ജെൻസികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ 90s കിഡ്സിനും ഏകദേശം ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. ഞാനും ആ ഒരു റേഞ്ചിലുള്ള ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ എനിക്കും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ആസ്വദിക്കാൻ പറ്റി. കോമഡി എല്ലാം വർക്കൗട്ടായത്, കൗണ്ടർ അടിയും കാര്യങ്ങളും എല്ലാം നല്ല വർക്കൗട്ടായി. എനിക്കിങ്ങനെ മോശം പറയാനായിട്ടൊന്നുമില്ലായിരുന്നു. തല്ലുമാലയിൽ എനിക്ക് ഫീൽ ചെയ്തത് അവിടെ ഒരു തല്ലുമാലയിൽ ആവശ്യമില്ലാതെ കുറച്ച് സോങ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആലപ്പുഴ ജിംഖാനയിൽ വരുമ്പോഴത്തേക്കും സോങ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു, കറക്റ്റ് പ്ലേസ്മെൻ്റ് ആയിരുന്നു. എനിക്ക് കുറച്ചുകൂടെ നന്നാക്കാമെന്ന് തോന്നിയത് അവസാനത്തെ ഒരു ഫൈറ്റ് ഉണ്ട് ഇവരുടെ എല്ലാവരുടെയും. അപ്പോൾ ആ ഒരു ഫൈറ്റ് സീക്വൻസിലെ ഒരു BGM കുറച്ച് നന്നാക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്കൊന്ന് ഫീൽ ചെയ്തു. അതുമാത്രമേ എനിക്ക് മോശം പറയാനുള്ളൂ. പിന്നെ ക്ലൈമാക്സ് ആണെങ്കിലും ഓക്കെ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, എന്ന് അത് സ്പോയിലറായി പോകും. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ നല്ലൊരു പടമാണ്. വിഷു ടൈമിൽ ഇറങ്ങിയ എനിക്ക് തോന്നുന്നു നല്ലൊരു പടമാണ്. ഞാൻ മരണമാസം ഇന്നാണ് പോകാൻ പോകുന്നത്. അപ്പോൾ മരണമാസം ഇതും കൂടെ കണ്ടിട്ട് മരണമാസത്തിൽ ഏതാണ് ബെറ്റർ എന്ന് ഞാൻ പറയുന്നതാണ്. ഇതെനിക്ക് നല്ലൊരു അനുഭവമാണ് തന്നത്. നല്ല ഒരു തിയേറ്റർ വർത്ത് വാച്ചിങ് ആണ്.